ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരുപാട് പേര് നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ, അതായത് ബിസിനസ് നമ്പറിൽ നമുക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ തരുന്നതിൻ്റെ കൂടെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ച് വിളിക്കാറുണ്ട്. ഒരുപാട് പേര് സ്കിൻ കെയർ ചോദിക്കാറുണ്ട്, തടി കുറയ്ക്കുന്നത് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ കൂടെ തന്നെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് വിഷമങ്ങൾ പറയാനും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ അതിലൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് കേട്ടോണ്ട് ആരും ഇത് കട്ട് ചെയ്ത് പോകണ്ട, എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുക. അപ്പൊ എന്താണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ, ഈ രണ്ട് വിഷയം വരുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ്. ചിലർക്ക്, ഭൂരിഭാഗം ആളുകൾക്കും അത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിൻ അല്ലെങ്കിൽ നല്ല വടിവത്തൊരു ശരീരം ഇല്ലാത്തതിന്റെ പേരിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു 100-99% ആളുകൾക്കും ഈ ഒരു വിഷയം ഫേസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അത് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്, മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തത്. അപ്പം സിമ്പിളാണ്. ഫസ്റ്റ് വേണ്ട എന്താ അറിയോ, കളിയാക്കുന്നവരുടെ മുന്നിൽ മറുപടി കൊടുക്കാൻ വേണ്ടി പഠിക്കുക. അപ്പൊ ഞാൻ നിങ്ങളത് ഇൻസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ കളിയാക്കാണ്, എന്താ ഈ മറുപ പറയുന്നത്, അതെങ്ങനെ പറ്റുക, അവരാവും പറയും, ചിലപ്പോൾ അമ്മായിന്റെ മക്കളാവും പറയുന്നത്, ചിലപ്പോൾ അമ്മോന്റെ മക്കളാവും, ചിലപ്പോൾ ഒരു ഫംഗ്ഷന് പോയാലും അവരൊക്കെ വേണ്ടപ്പെട്ടവരല്ല, പ്രായമുള്ളവരല്ല. അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നതിന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പറയുന്നതിന് ജസ്റ്റ് കേൾക്കുക, ഇതോട് കൂടി വിടുക. അത് ആലോചിച്ചുള്ള ടെൻഷൻ കൂട്ടിയിട്ട് കോൺഫിഡൻസ് നിങ്ങൾ നശിപ്പിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ പറയും, നീ നല്ല പോലെ വണ്ണം വെച്ചല്ലോ, എന്താ ഇങ്ങനെ വണ്ണം വെച്ച പോലെ, അതെ പൈസ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കല്ലോ, പൈസ ഉള്ളവർക്ക് എന്തും വാങ്ങി കഴിക്കാമല്ലോ, അപ്പൊ പിന്നെ വണ്ണം വെക്കല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് കാണാറില്ല, അതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുന്ന കാണുകയെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഓരോരുത്തരും മെലിയാൻ വേണ്ടി ഇങ്ങനെ പൈസ കൊടുത്ത് ജിമ്മിൽ പോവാ, ഞാനിങ്ങനെ ഈ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വെറുതെ വെച്ച് കാച്ചിയേക്കാം. കാരണം നമ്മൾ ആ പറയുന്നതിലൂടെ അവർക്കത് പറയുമ്പോൾ കിട്ടുന്നത് ഒരു മനസ്സുഖമാണ്. ആ മനസ്സുഖം നമ്മളങ്ങ് നശിപ്പിച്ചു കൊടുക്കുമ്പോൾ അതേ മനസ്സുഖം നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സ്കിന്നിന്റെ കാര്യത്തിൽ ഒന്നുകിൽ കളറില്ലായ്മ അല്ലെങ്കിൽ പിമ്പിൾസ് അല്ലെങ്കിൽ മാർക്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് തന്നെ നമുക്ക് അതിലും കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, എന്നാലും ഞാൻ 1-2 കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ നല്ല വണ്ണമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പല ഡ്രസ്സ് ഇടാനും താല്പര്യമുണ്ടാകും. പക്ഷെ നിങ്ങളുടെ വണ്ണം കാരണം നിങ്ങൾക്ക് അത് ധരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ക്രോപ്പ് ടോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർക്ക് ജീൻസും ടോപ്പ് ഇടാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് അരന്റെ താഴോട്ട് നല്ല വണ്ണം ഉണ്ടായിരിക്കും, പക്ഷെ അരന്റെ മേലോട്ട് വണ്ണം ഉണ്ടാവില്ല. അപ്പൊ എന്താ, ഈ വണ്ണമുള്ള അവിടെ നിങ്ങൾ ലൂസ് ടൈപ്പിലുള്ള പാൻറ് ഇട്ടിട്ട് അരന്റെ മേപ്പോട്ട് നിങ്ങൾ ഫിറ്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നും കൂടെ ഭംഗി കൂട്ടുകയാണ് ചെയ്യാം. അതേ സ്ഥാനത്ത് നിങ്ങൾ അരന്റെ കീപ്പോട്ട് നല്ല ടൈറ്റിൽ ഇട്ടിട്ട് അരന്റെ മേലോട്ട് നിങ്ങൾ ലൂസിലിടുമ്പോൾ നിങ്ങൾ വണ്ണം തോന്നിക്കുകയാണ് ചെയ്യുന്നത്, കൂടുതലായിട്ട് വണ്ണം തോന്നിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കളറില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ പേരിലുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ ഓരോ കാര്യങ്ങളും ഫസ്റ്റ് നമ്മൾ സെൽഫ് ലവ് നമുക്ക് എന്തായാലും വേണം. ഈ സെൽഫ് ലവ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ഫേസിൽ കംപ്ലീറ്റ് ബ്ലാക്ക് മാർക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ബ്ലാക്ക് മാർക്സ് പോവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ അതിനൊരു റീസൊല്യൂഷൻ ഞാൻ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ഞാൻ ചെയ്താൽ മാത്രമാണ് എനിക്കത് പോവുള്ളൂ എന്നുള്ളത് തീരുമാനിച്ച് നമ്മളുടെ അടുക്കളയിൽ തന്നെ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ തേടുക, അത് നിങ്ങൾ കണ്ടെത്തുക, അത് നിങ്ങൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങളുടെ ബ്ലാക്ക് മാർക്സ് എങ്ങനെയാ പോയത്, അതായത് നിങ്ങൾക്ക് വണ്ണമുണ്ട്, മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ നല്ല തടിയുള്ള ഒരാളാണ്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് കേൾക്കുന്ന ആളുകളോട് പറയണം, നല്ല വണ്ണമുണ്ട്, എനിക്ക് വണ്ണം കുറയ്ക്കാൻ എന്ത് ചെയ്യണം. പക്ഷേ മടിച്ചികളോടും മടിയന്മാരോടും അല്ല കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ റെഡിയാണ് വണ്ണം കുറയ്ക്കാൻ എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുക. നിങ്ങൾ വണ്ണം കൂടുതലായിട്ട് കണ്ടിട്ട് നിങ്ങളെ കളിയാക്കുന്നവര് നിങ്ങൾ വണ്ണം കുറഞ്ഞ് കാണുമ്പം ദേ വിൽ ആസ്ക് ഹൗ യു ഡു ദിസ്, നിങ്ങൾ ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. സോ അതിലോട്ട് മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളുടെ ഒരു ശരീരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല, നിങ്ങൾ അതിൽ കോൺഫിഡൻസ് ഇല്ല പക്ഷെ മാറ്റം വരുത്താനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെൽഫ് ലവ്, നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുക.
അല്ലാതെ ഇതിനെ മാറ്റം വരുത്തി അതിനെ മാറ്റം വരുത്താൻ എനിക്ക് പറ്റണില്ല, എനിക്ക് തടി കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ PCOD, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കൊക്കെ നല്ല വണ്ണം ഉണ്ടാവും. അവരെന്ത് ചെയ്താലും വണ്ണം കുറഞ്ഞാൽ അവർ ഹാർഡായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക തന്നെ വേണം, അല്ലാതെ അവർക്ക് ഒരിക്കലും വണ്ണം കുറയില്ല. അപ്പം ഇഫ് യു ആർ റെഡി ടു ടേക്കിംഗ് റിസ്ക്, നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിന് ഒരുപാട് പൈസ ചെലവോ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളെ കളിയാക്കുന്നവരുടെ മുന്നിൽ കോൺഫിഡൻസോട് കൂടി നിൽക്കാൻ സ്വയം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതൊരിക്കലും ഒരാൾ നമുക്ക് കൊണ്ടുതരില്ല. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടിപ്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ മുഖം നിറം കുറഞ്ഞതാണെങ്കിൽ കളിയാക്കുന്നവർ നിങ്ങളോട് കളിയാക്കുന്ന സമയത്ത് ചിലപ്പം ദേ ആർ നോട്ട് പെർഫെക്റ്റ്, ചിലപ്പോൾ നിങ്ങളെക്കാളും ഡാർക്കായിരിക്കും. അവർ തിരിച്ചു ചോദിച്ചോ. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരാളോട് തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആവാൻ പറ്റും, പോസിറ്റീവായി. അപ്പം നിങ്ങൾക്ക് പുറത്ത് പോകാൻ ധൈര്യം വരും. കാരണം നിങ്ങൾക്കൊരു തടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് റബ്ബ് തന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്കിൻ കളർ ഉണ്ടെങ്കിൽ അത് പടച്ചവൻ തന്നതാണ്, നമ്മളെ സൃഷ്ടിച്ച് സൃഷ്ടാവ് തന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കുറയുന്നതിന്റെ മെയിൻ റീസൺ നമ്മളെ ചുറ്റുമുള്ളവരാണ്. അതായത് തടിയുണ്ട്, ഇഫ് യു ആർ ഹെൽത്തി മീൻസ് യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ദാറ്റ്, അതായത് ആ ഒരു ഫാറ്റുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. നിങ്ങളുടെ കളറിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് സൃഷ്ടാവ് തന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോൺഫിഡന്റ് നമുക്ക് തകർക്കുന്ന മുഴുവൻ ചുറ്റിലുള്ളവരാണ്. അവർക്ക് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയും, അവരെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും, നേരിടാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ടാണ് ചേഞ്ച് ആവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഈ ചേഞ്ച് ആയിട്ട് വന്നാലോ അതിനും കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. അനുഭവമുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ഫസ്റ്റ് അതിനെ ഇഷ്ടപ്പെടാൻ പഠിക്കുക. എന്നിട്ട് ആലോചിക്കുക, ഇത് ഞാൻ ഇങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ? അപ്പം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചേഞ്ചസ് ആരാടോ ആഗ്രഹിക്കുക? തടിയുണ്ട്, തടി കുറച്ച് നോക്കാം, എനിക്ക് പറ്റും, തടി കുറച്ച് നോക്കുക. തടിയുണ്ട് പക്ഷെ കുറയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടണം. നിങ്ങൾക്ക് ജീൻസും ഷർട്ടും എല്ലാം നിങ്ങൾക്ക് ഇടാം. ആ ഒരു ഇത് നിങ്ങളുടെ ശരീരത്തിനിണങ്ങുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ധരിക്കുക. ഒരു വസ്ത്രത്തിലും ഇന്ന ആളുകൾക്ക് ഇന്ന വയസ്സുകാർക്ക് എന്ന് എഴുതി വെച്ചിട്ടില്ല, ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ. റൈറ്റ്? അപ്പം സ്കിന്നിന് ആദ്യം കൊടുക്കേണ്ടത്, ഇപ്പൊ നല്ല ഡാർക്കുള്ള ഒരാൾ കുറേ മേക്കപ്പ് പൂശിക്കാണ്ട് പുറത്തു പോയിട്ട് ഒരു കാര്യമില്ല, അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. ആദ്യം സ്കിന്നിന് വേണ്ടത് സ്കിൻ കെയർ ആണ്. നിങ്ങൾ ജീവനോടെ നിൽക്കാനും നല്ല രീതിയിൽ ക്ഷീണമല്ലാതെ പോകാനും എന്താ ചെയ്യുന്നത്? നല്ല രീതിയിൽ സമയത്തിന് ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം. അപ്പൊ മാത്രമാണ്, അതാണ് സ്കിൻ കെയർ. അപ്പൊ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. റൈറ്റ്? സ്കിന്ന് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ നല്ല കളർ ഉണ്ടായിരിക്കും, പക്ഷെ അവരെ കാണുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യില്ല അവരുടെ സ്കിന്ന്. പക്ഷെ ചിലരൊരു ഇരുന്നറായിരിക്കും, പക്ഷെ അവരുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഒരു സ്കിൻ കെയറിന്റെയും സ്കിൻ കെയർ ഇല്ലാത്തതിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് നിങ്ങൾ ഓവർകം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് തടിയുള്ളവർക്ക് എങ്ങനെയൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാം, അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഫേസിന്, അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് ഇതായിട്ടുള്ള ഫേസിന്, അല്ലെങ്കിൽ വലിയ ഫേസ്, ചിന്ന കുറച്ച് ഇങ്ങനെയുള്ളത്, ഓവൽ ഷേപ്പ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓരോന്ന് സ്യൂട്ട് ആകുന്നതിനെ കുറിച്ചുള്ള ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ മാത്രമാണ്. സോ നമ്മുടെ മാർവാസിന്റെ പ്രോഡക്റ്റ് വേണ്ടവർ മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക. ബൈ, ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.